നമസ്കാരം. ബംഗാളിലെ പൂർവ്വ ബർധമാൻ ജില്ലയിൽ നിന്ന് അറസ്റ്റിലായ തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന യുവാവിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് STF. ഇയാൾ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ ലക്ഷ്യമിട്ടെന്നും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന CJP പ്രതിഷേധത്തിനിടെ നുഴഞ്ഞുകയറാൻ പദ്ധതിയിടുന്നതായും STF വ്യക്തമാക്കി. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഹമീം മൊണ്ടൽ എന്ന യുവാവാണ് 2 ദിവസം മുൻപ് ബംഗാളിൽ നിന്ന് അറസ്റ്റിലായത്. തുടർന്ന് STF കസ്റ്റഡിയിലെടുത്ത ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയുമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ കാമുകി അർപ്പിത സർക്കാരിനെയും ജാർഖണ്ഡിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് യൂണിഫോം ധരിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന CJP വിദ്യാർത്ഥി പ്രതിഷേധത്തിലേക്ക് കടന്നു കയറാനും അവിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കാനുമാണ് പാകിസ്ഥാനിലെ ഹാൻഡ്ലർമാർ ഹമീമിന് നിർദ്ദേശം നൽകിയിരുന്നതെന്ന് STF ഇൻസ്പെക്ടർ ജനറൽ ഗൗരവ് ശർമ്മ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇതിനു പുറമെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ നിരീക്ഷിക്കാനും അദ്ദേഹത്തിന് സുരക്ഷ കുറവുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഹമീമിന് നിർദ്ദേശം ലഭിച്ചിരുന്നു. ഷെഹ്സാദ് ബാട്ടി സംഘവുമായി ബന്ധമുള്ള പാകിസ്ഥാനി ഹാൻഡ്ലർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഹമീമും അർപ്പിതയും പ്രവർത്തിച്ചിരുന്നത്. മന്ത്രി ഉമേഷ് റായിയുടെ മകനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകാനും പണം തട്ടാനും ഇവർ പദ്ധതിയിട്ടിരുന്നു. വിവരങ്ങൾ ചോർത്തുന്നതിനായി രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള പ്രമുഖരെ അർപ്പിത ഹണി ട്രാപ്പിൽപ്പെടുത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. ഇവരിൽ നിന്ന് UK, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സിം കാർഡുകൾ STF പിടിച്ചെടുത്തിട്ടുണ്ട്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ കൈമാറാനാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. അർപ്പിതയുടെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും വ്യക്തമായിട്ടുണ്ട്. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും പരിശോധിച്ചതിൽ നിന്ന് പാക് ഏജന്റുമാർക്കായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഹമീം മൊണ്ടാൽ സോഷ്യൽ മീഡിയ വഴി തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷണമായിട്ടുണ്ടെന്നും വ്യക്തമായതായും STF വൃത്തങ്ങൾ പറയുന്നു. റാണ, ഉസൈർ, ആബിദ് ജാഡ്, 333, ഹമദ് എന്നീ പാക് ഹാൻഡ്ലർമാർ വഴിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. തീവ്രവാദ ആശയ പ്രചാരണം, ഭീകരവാദ റിക്രൂട്ട്മെന്റ്, നാർക്കോ ടെറർ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഈ സംഘം ഏർപ്പെട്ടിരുന്നതായി സംശയിക്കുന്നുണ്ട്. ഹണി ട്രാപ്പ് കേസിനെ കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് അർപ്പിത സർക്കാരിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് STFന്റെ ശ്രദ്ധ ആദ്യം പതിയുന്നതും തുടർന്ന് അത് ഹമീമിലേക്ക് എത്തുന്നതും. ഹമീമും അർപ്പിതയും കഴിഞ്ഞ 4 വർഷമായി പ്രണയത്തിലായിരുന്നു. ഇരുവരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നതും. ഈ ഭീകര ശൃംഖലയുടെ പൂർണ്ണവ്യാപ്തി മനസ്സിലാക്കാനും സംഘത്തിലെ മറ്റംഗങ്ങളെയും അതിർത്തി കടന്നുള്ള ബന്ധങ്ങൾ തിരിച്ചറിയാൻ ഏജൻസി ഇപ്പോൾ ശ്രമിച്ചു വരികയാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഹമീമുമായി ബന്ധപ്പെട്ട തീവ്രവാദ ശൃംഖലയിലെ പ്രവർത്തനങ്ങളിൽ അർപ്പിതയ്ക്ക് നിർണായക പങ്കുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. ഹമീമിനും അർപ്പിതയ്ക്കും ചുറ്റും ഒരു സുസംഘടിതമായ ശൃംഖല തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നും STF പറയുന്നു. സംഘത്തിൽ ഉൾപ്പെട്ട മറ്റു വ്യക്തികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി തീവ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. കിഴക്കൻ ബർദ്വാനിലെ കുസും ഗ്രാമിൽ താമസിക്കുന്ന ഹമീം മൊണ്ടൽ ഹൗറയിലെ പിൽഖാനയിലെ ഒരു റെഡിമെയ്ഡ് വസ്ത്ര ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നുവെന്നും അവിടെ ഉൽപ്പന്നങ്ങളിൽ ബാർകോഡുകൾ ഘടിപ്പിക്കാൻ ഇയാളെയാണ് നിയോഗിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് മറയാക്കി ഇയാൾ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. കൊൽക്കത്തയിലെ ന്യൂ ടൗൺ പ്രദേശവും ഇയാൾ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നു. അന്വേഷണത്തിനിടെ പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്നും ലാപ്ടോപ്പുകളിൽ നിന്നും നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെടുത്തിരുന്നു. സുവേന്ദു അധികാരിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ന്യൂ ടൗൺ ഫ്ളാറ്റിലേക്കുള്ള വഴികൾ ഹമീം ശേഖരിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ആ വഴികളിൽ ഹമീം നിരീക്ഷണം നടത്തിയതായും ഉദ്യോഗസ്ഥർ പറയുന്നു. പശ്ചിമ ബംഗാളിലെ വിവിധ BJP, RSS നേതാക്കളുടെ നീക്കങ്ങളെക്കുറിച്ചും മറ്റ് നിർണായക വിവരങ്ങളും ശേഖരിക്കാൻ ഇയാൾ പദ്ധതിയിടുന്നതായി STF വ്യക്തമാക്കുന്നു.